മഴയെ തുടർന്ന് കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിദേശയാത്ര റദ്ദാക്കി. എറണാകുളം ജില്ലയിലും പറവൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴയിൽ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് UAE സന്ദർശനം ഒഴിവാക്കിയത്. വീടുകളിൽ കയറിയ വെള്ളം ഒഴുക്കിവിടാനുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം സ്വീകരിക്കുമെന്നും അദ്ദേഹം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയും മഴക്കെടുതി രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 2 ദിവസത്തെ UAE സന്ദർശനം റദ്ദാക്കിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് പുറപ്പെടേണ്ടിയിരുന്നത്. എറണാകുളം ജില്ലയിലും പറവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് യാത്ര ഒഴിവാക്കിയത്. അടുത്ത 2 ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറവൂരിലും എറണാകുളം ജില്ലയിലുമായി തുടരും. വടക്കൻ പറവൂരിൽ രാവിലെ മഴയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം തകർത്ത് പെയ്ത മഴയിൽ പറവൂർ നഗരവും പ്രദേശങ്ങളും മുഴുവൻ വെള്ളത്തിലായി. വീടുകളിൽ വെള്ളം കയറി ദേശീയപാത നിർമ്മാണം നടക്കുന്ന പെരുമ്പടന കവലയിലെ നിരവധി കടകളും മുനമ്പം കവലയും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. മടപ്ലാത്തുരുത്ത് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് ഒരു വീട്ടിലേക്ക് മണ്ണിടിച്ചിലുമുണ്ടായി. മണ്ഡലത്തിലെ വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു. ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ഞാൻ ആദ്യം നമുക്കിപ്പോൾ യോഗം വിളിക്കാൻ പറ്റില്ല, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. അതുകൊണ്ട് കളക്ടറെ കൊണ്ട് ജനപ്രതിനിധികൾക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല, എനിക്കും പറ്റില്ല, പഞ്ചായത്ത് ആർക്കും പറ്റില്ല. അപ്പോൾ കളക്ടർ തന്നെ ഹൈവേയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളെയും വൈദ്യുതി ബോർഡിൻ്റെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും റവന്യൂ വകുപ്പിൻ്റെ എല്ലാവരുടെയും യോഗം വിളിച്ചു കൂട്ടി കുറേ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട കുറേ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തൊരു സ്ഥലം പറവൂരാണ്. അപ്പോൾ പെട്ടെന്ന് മഴയുടെ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. മൺസൂൺ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹൈവേ അതോറിറ്റീസിനോട് നേരത്തെ ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തിയതാണ് പഞ്ചായത്തും അവരെല്ലാവരുമായിട്ട്. പക്ഷെ അവരതിനോട് ഒരു ഫലപ്രദമായ രീതിയിലല്ല പ്രതികരിക്കുന്നത്. അതുകൊണ്ട് 10 ദിവസം മുമ്പ് ഇത് മനസ്സിലാക്കി ഞാൻ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും കത്ത് കൊടുത്ത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കളക്ടറായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ സജീവമായി ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ച അന്നു മുതൽ വളരെ സജീവമായി ഇക്കാര്യത്തിൽ എത്തിയിരുന്നു. അദ്ദേഹം അവരെല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.